ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മാമ്പഴ ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നാരൊന്നും ഇല്ലാതെ കുറച്ച് നല്ല മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. നാരോ തരുമ്പോ ഒന്നും കാണരുത്. അതൊന്ന് അടിച്ച് മാറ്റിയ ശേഷം ആവശ്യത്തിന് ശർക്കര, മൈദ, പഞ്ചസാര, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് മാറ്റി വെക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ആ നെയ്യിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴം അടിച്ചത് കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ശർക്കര, നമുക്ക് എത്ര ശർക്കരയാണോ വേണ്ടത് അത്രയും തന്നെ അതിലേക്ക് ഇടണം. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി കുറുകി പറ്റി ഒന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിടണം. ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വെക്കണം. ഇളകി ആ കളറൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് മൈദ മാവ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ കട്ടി പിടിക്കും. അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കണം. നേരെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നെയ്യ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുക്കണം. പിന്നെ നല്ല കുറച്ച് വെളിച്ചെണ്ണ ആവശ്യം വെച്ചാൽ 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളിവിടെ വാഴയിലയിൽ എണ്ണയൊക്കെ തേച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കിയത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 3-4 മണിക്കൂർ അതൊന്ന് ആയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ സോഫ്റ്റ് ഹൽവ റെഡിയാവും. 3-4 മണിക്കൂർ തണുക്കാനാട്ടോ വെക്കേണ്ടത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ, താങ്ക് യു, സീ യു.